നാളെ കോടതി തുടങ്ങുമ്പോഴേക്കും സന്ദീപ് എവിടെ നിന്നെങ്കിലും അവിടെ എത്തുമെന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്. നാളെ എന്റെ തലവര നിശ്ചയിക്കുന്ന ദിവസാ മൂർത്തി. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. മാഡം, എനിക്ക് ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട. നേരം പുലരുമ്പോ സന്ദീപ് ഇവിടെ ഉണ്ടാവണം. അത് മൂർത്തിയുടെ ഉത്തരവാദിത്വ. ശരി ശരി, താനാ പരാതി വാങ്ങിച്ചിട്ട് അവർക്കൊരു രസീത് എഴുതി കൊടുക്ക്. എന്നിട്ട് അന്വേഷിക്കാന്ന് പറ. ആ ശരിയെന്നാ. അവസാനം നിന്നെ കണ്ടെത്താൻ നിന്റെ ഏട്ടത്തിയമ്മ പോലീസിന്റെ സഹായം തേടി. ഒരു മാൻ മിസ്സിംഗ് കംപ്ലൈന്റ് ആ മൂർത്തിയുടെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടുണ്ട് സ്റ്റേഷനിലേക്ക്. അത് വാങ്ങിച്ചു വച്ചിട്ട് ഒരു രസീത് കൊടുത്തുവിടാൻ ഞാൻ പറഞ്ഞു. സ്റ്റേഷനിൽ ചെന്ന ഉടനെ തന്നെ ഞാൻ അതിനെ ചുരുട്ടിക്കൂട്ടി ചവിട്ടുകുട്ടിലെറിയും. തൽക്കാലം നീ ഇവിടെ കിടക്ക്. എനിക്ക് കുറച്ചുകൂടി ജോലിയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വരാം. വണ്ടി എടുത്ത് മാറ്റടാ. അതൊക്കെ മാറ്റാം. അതൊക്കെ മാറ്റാം. ആദ്യം സന്ദീപ് എവിടെയെന്ന് പറ. നാളെ കോടതിയിൽ ഹാജരാക്കേണ്ട അവനെ നീ എവിടെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നേ? ആ അത് ശരി. അപ്പൊ അവൻ നിങ്ങളുടെ കസ്റ്റഡിയിൽ ഇല്ലേ? എവിടെ പോയി? കുറച്ചു നാളായിട്ട് ദുഷ്ടശക്തികളുമായിട്ടാണല്ലോ കൂട്ട്. വെറുതെ ഉടക്കാൻ നിൽക്കരുത്. നിങ്ങൾ സന്ദീപിനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് സന്ദീപ് എവിടെ ഉണ്ടെന്ന് പറയുന്നതാ നിനക്ക് നല്ലത്. അവനെ കാണാതായിട്ട് 2 ദിവസമായി. അതിന് പിന്നിൽ നീയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയൊരു അക്ഷരം വേണ്ടി പോകരുത്. കാര്യം എന്റെ അനിയനും ഞാനും തമ്മിൽ ശത്രുക്കളാ. നിങ്ങളാ അവനെ ഞങ്ങളീ അകറ്റിയത്. ശത്രുപക്ഷത്താണെങ്കിലും ഞങ്ങൾ ഒരേ ചോരയാ. അവനെന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ അങ്ങ് വരും ഞാൻ. വലിച്ച് പുറത്തിട്ട് തുണ്ടം തുണ്ടായിട്ട് വെട്ടി നുറുക്കും ഞാൻ. സ്വന്തം അനിയന് വേണ്ടി ആവുമ്പോ സച്ചി വെറുമാക്ക് പറയില്ല, മനസ്സിലായോ? എന്താടാ നീ മാഡത്തിനെ ഭീഷണിപ്പെടുത്തോണോ? മര്യാദക്ക് ഇവരെയും വിളിച്ചോണ്ട് പൊയ്ക്കോ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്നിപ്പോ ഇവരും വാങ്ങിക്കും. സച്ചിടാ, അവര് പോട്ടെ, നീങ്ങൊന്നേ. വിറ, നിങ്ങൾ ഇവന്റെ വാങ്ങിച്ചോട്ടെ, വേഗം സ്ഥലം വിട്ടെ. മാഡം, ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് പോവാം. നിന്നെ ഞാൻ കാണിച്ചു തരാടാ. ആ കാണാം. എടാ, അവര് പറഞ്ഞു സത്യമായിരിക്കോ? 2 ദിവസമായിട്ട് അവനെ കാണാനില്ലെങ്കിൽ പിന്നെ എവിടെ പോയതായിരിക്കും? എടാ, ഇതൊക്കെ അവരുടെ നാടകമായിരിക്കും. സന്ദീപ് നാളെ കോടതി വരികയും ചെയ്യും, സാക്ഷി പറയുകയും ചെയ്യും. നമ്മളെ മണ്ടന്മാരാക്കാനുള്ള പരിപാടിയായിരിക്കും ഇത്. ഇനിയും അവര് പറഞ്ഞ സത്യമായിരിക്കോ?
ഇവർക്കും അറിയില്ലെങ്കിൽ പിന്നെ പിന്നെ അവൻ എവിടെ പോയതായിരിക്കും? താൻ എന്ത് പണിയാ മൂർത്തി കാണിച്ചേ? സന്ദീപിനെ കാണാനില്ലെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ തനിക്ക് ആരാ അധികാരം തന്നെ? എന്നോടൊരു വാക്ക് ചോദിച്ചോ? മാഡം, നാളെ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ അയാളെ കൊലപ്പെടുത്തിയെന്ന് മറ്റുള്ളവർ സംശയിക്കില്ലേ? അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ. തനിക്ക് ബുദ്ധിയില്ലേ മൂർത്തി? ഈ പരിധിയുടെ സ്റ്റേഷൻ ചാർജ് രാജീവിനാണെന്ന് മൂർത്തി മറന്നോ? ഈ പരാതി കിട്ടുമ്പോ തന്നെ നമ്മളെ കുരുക്കാനുള്ള വഴി രാജീവ് കണ്ടെത്തും. സന്ദീപിനെ കാണാനില്ലെന്ന കാര്യം പുറത്താരും അറിയരുതെന്ന് ഞാൻ മൂർത്തിയോട് പ്രത്യേകം പറഞ്ഞല്ലേ? മാഡം, അത്രയ്ക്കൊന്നും സംഭവിക്കില്ല. നാളെ കോടതി തുടങ്ങുമ്പോഴേക്കും സന്ദീപ് എവിടെ നിന്നെങ്കിലും അവിടെ എത്തുമെന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്. നാളെ എന്റെ തലവരെ നിശ്ചയിക്കുന്ന ദിവസാ മൂർത്തി. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. മാഡം, എനിക്ക് ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട. നേരം പുലരുമ്പോ സന്ദീപ് ഇവിടെ ഉണ്ടാവണം. അത് മൂർത്തിയുടെ ഉത്തരവാദിത്വ. അത് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ മുന്നിൽ വന്നു പോരുത്. അച്ഛനും അമ്മയും ഒരുമിച്ച് ഈ യാത്ര പോവാൻ ഒരുപാട് ആഗ്രഹിച്ചതാ ഗൗരിമോള്. പക്ഷെ ഇവളുടെ സ്വന്തം അച്ഛൻ ഗോകുലല്ല എന്നും ഇവളേറെ സ്നേഹിക്കുന്ന സച്ചിയങ്ങളാണെന്നും എൻ്റെ മോളോട് ഞാൻ എങ്ങനെ പറയും? അഥവാ ഞാൻ പറഞ്ഞാൽ തന്നെ ഗൗരിമോൾ അത് വിശ്വസിക്കുമോ? ഇത്രയും കാലം അച്ഛാന്ന് അവളെ വിളിച്ചതും ഒരച്ഛൻ്റെ വാത്സല്യവും സ്നേഹവും അവൾക്ക് നൽകിയതും ഗോകുലാണ്. അതൊക്കെ മറന്ന് അവരെ തമ്മിൽ വേർപിരിക്കാൻ എനിക്കെങ്ങനെ സാധിക്കും? എന്നായാലും സത്യം ഒരു ദിവസം എൻ്റെ മോൾ അറിഞ്ഞേ പറ്റൂ. പക്ഷെ എങ്ങനെ? ഗോകുൽ അച്ഛനല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഗൗരിമോൾ അത് വിശ്വസിക്കുമോ? ഇവൾക്ക് അത് സഹിക്കാൻ കഴിയുമോ?